ഹലോ ഗായ്സ്, അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ ഷാഹരിദാസ്. അപ്പോൾ ഇത് നമ്മുടെ സ്കൂളിൽ നടന്ന ചെറിയ ചെറിയ സെലിബ്രേഷൻ്റെ ഓരോരോ പാർട്ടുകൾ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മുഹമ്മദ് ബഷീർ ഡേ, അതുപോലെ തന്നെ മ്യൂസിക് ഡേ, ബ്ലഡ് ഡൊണേഷൻ ഡേ, അതിൽ ഒരു കുഞ്ഞു കുഞ്ഞു പ്രോഗ്രാമിൻ്റെ ഒരു പാർട്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്. ഈ ചുമരിൽ കാണുന്നതൊക്കെ നല്ലൊരു ബോൾ പെയിൻറ്റിങ് ആണ് കേട്ടോ. നല്ലൊരു ആർട്ടിസ്റ്റ് വന്നിട്ട് നല്ല രീതിയിൽ വരച്ചൊക്കെ വെച്ചിട്ടുണ്ട്. നമ്മുടെ ക്ലാസ് റൂമൊക്കെ സൂപ്പറാണ്. KG ക്ലാസ്സസാണ്. ഭയങ്കര അടിപൊളിയായിട്ടുള്ള ഒരു സെറ്റപ്പാണ്. അതുപോലെ തന്നെ കുട്ടികളെല്ലാം നല്ല ടാലൻറ്റഡ് ആണ് കേട്ടോ. ഏതൊരു പ്രോഗ്രാമിനും നല്ല ആക്റ്റീവായിട്ടാണ് കുട്ടികൾ ഓരോ കാര്യങ്ങളും അവതരിപ്പിക്കുന്നത്. അപ്പോൾ ഇനി വരാൻ പോകുന്നത് മോൺഡേ ആണ്, 21st. അപ്പോൾ അവരെ കൊണ്ട് കുറച്ച് ചെറിയ ഒരു പ്രോഗ്രാമൊക്കെ ചെയ്യിപ്പിക്കണം. അപ്പോൾ ഞാൻ വിചാരിച്ച് സ്പീച്ച് എന്തായാലും ഞാൻ കൊടുക്കുക, അതുപോലെ തന്നെ പാട്ടും ഞാൻ റെഡിയാക്കിയിട്ട് കൊടുക്കുക, കുട്ടികൾക്ക് കളിക്കാനും ഡാൻസ് ചെയ്യാനും ഉള്ളത് എന്ന് വിചാരിച്ചിട്ട് ഒരു സ്പീച്ച് ഞാൻ റെഡിയാക്കുന്നുണ്ട്. അത് നല്ല രീതിയിൽ സ്പീച്ച് ചെയ്യുന്ന ഒരു കുട്ടിക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഒരു 3-4 ആൾക്കാരെ സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരിൽ ആരാണോ ഏറ്റവും ബെറ്ററായിട്ട് പറയണത് അവരെ സെലക്ട് ചെയ്തിട്ട് അസംബ്ലിയിൽ പറയിപ്പിക്കുക എന്നുള്ളൊരു ഐഡിയ ഉണ്ട്. അപ്പോൾ ഞാൻ ഒരു സ്പീച്ച് ഒരു A4 ഷീറ്റിൽ 2 പേജ് ഫുള്ളായിട്ടൊന്നുമില്ല, ഒരു 2-3 മിനിറ്റ്സിൻ്റെ ഉള്ളിലായിട്ട് തന്നെ സ്പീച്ച് ഉണ്ടാവും. അത് ഒന്ന് റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ മോൺഡേ എന്ന് പറയുന്നത് സയൻസ് റിലേറ്റഡ് ആണ്. അപ്പോൾ സയൻസ് ടീച്ചേഴ്സാണ് ആക്ച്വലി അതിൻ്റെ എല്ലാ റെസ്പോൺസിബിലിറ്റി എടുക്കുന്നത്. പക്ഷെ നമ്മളങ്ങനെയല്ല, നമ്മളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും നല്ല സപ്പോർട്ടാണ്. ഏതൊരു കാര്യം വരുമ്പോഴും ആർട്സ് ഡിപ്പാർട്ട്മെൻറ്റിനും അങ്ങനെ സയൻസ് ഡിപ്പാർട്ട്മെൻറ്റിനും IT എല്ലാത്തിനും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല ഈക്വലായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ടീച്ചേഴ്സാണ്. സോ ഞാനൊരു കാര്യം ചെയ്തു, എന്നെ എല്ലാവുന്ന ഇങ്ങനെ ഒരു സപ്പോർട്ട് ഞാൻ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട്. എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് കുട്ടികളെ കൊണ്ട് ഡാൻസും പാട്ടൊക്കെ പഠിപ്പിക്കുന്നത്. എൻ്റെ ആ ഒരു മേഖല അല്ലെങ്കിലും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. സ്പീച്ചായാലും ഞാൻ തന്നെ റെഡിയാക്കി ഞാൻ ചെയ്യിപ്പിക്കാമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഞങ്ങൾക്ക് സയൻസ് മോൺഡേക്ക് ഞങ്ങൾക്കൊരു മോഡൽ ഉണ്ടാക്കാനുണ്ട്, സയൻസ് പ്രോജക്റ്റ്. അപ്പോൾ അതിന് ഞാനാണ് ആക്ച്വലി ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഐറ്റംസ് എല്ലാം ഞാൻ റെഡിയാക്കി എടുത്ത് എന്തെല്ലാം വേണമെന്ന് പറഞ്ഞിട്ട് ഏത് മോഡലാണോ നമുക്കതിൽ എന്തെല്ലാം ഐറ്റംസ് വേണം അപ്പോൾ അത് റെഡിയാക്കിയിട്ട് നമ്മൾ പ്രിൻസിപ്പലിന് കൊടുത്താൽ പ്രിൻസിപ്പൽ അതെല്ലാവരും നമുക്ക് എത്തിച്ചു തരും. സോ ഒരു എന്താ പറയുക, ചന്ദ്രയാൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ചന്ദ്രയാന് എന്തെല്ലാം ഐറ്റംസ് വേണം അതെല്ലാം ഞാൻ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് വേണം പ്രിൻസിപ്പൽ മാമിന് കൊടുക്കാനായിട്ട്. പിന്നെ ഞാൻ നല്ലൊരു പാട്ട് സെലക്ട് ആക്കിയിട്ടുണ്ട്. അത് പാടാനായിട്ട് ഒന്നിൽ പഠിക്കുന്ന ചെറിയ കുട്ടികളെ സെലക്ട് ആക്കിയിട്ടുണ്ട്. അവരിപ്പോൾ തന്നെ പാടി നല്ല പ്രാക്ടീസ് ആയിട്ടാണ്. അപ്പോൾ അവരെ കൊണ്ട് അത് പാടിപ്പിക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് നല്ലൊരു അടിപൊളി പാട്ടും സെലക്ട് ആക്കി ആ കുട്ടികളെ മീറ്റ് ചെയ്തു. അവരെ കൊണ്ടൊന്ന് പാടിപ്പിച്ചൊക്കെ നോക്കിയിട്ടുണ്ട്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് അപ്പോൾ സ്കൂളിലെ കുഞ്ഞു കുഞ്ഞു കലാപരിപാടികളെല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തിക്കഴിഞ്ഞാൽ നേരെ തിരിച്ചായിരിക്കും കേട്ടോ. നമ്മളുടെ ആ ഒരു ഗെറ്റപ്പും സെറ്റപ്പും എല്ലാം മാറി മറിഞ്ഞ് വേറൊരു ലെവലിലായിരിക്കും കാണാൻ പറ്റുക. ഇത് കണ്ടില്ലേ, എൻ്റെ നമ്പൂട്ടനാണിത്. ഞാൻ സ്കൂളിലേക്ക് ഇറങ്ങുമ്പോഴേക്കും വേഗം ഡ്രസ്സൊക്കെ ഇടിപ്പിച്ചിട്ട് ഞാനും വരാമെന്നുള്ള രീതിയിൽ ഇറങ്ങുന്നതാണ് കേട്ടോ. പാവം ഉപ്പ് എന്ന് പറയും. അപ്പോൾ കണ്ണൻ എൻ്റെ കൂടെ വരുന്നതുകൊണ്ട് കണ്ണനും റെഡി ആയിട്ടുണ്ട്. കണ്ണനെ എഴുന്നേൽപ്പിച്ച് റെഡിയാക്കി എടുക്കാൻ ഭയങ്കര പാടാണ് കേട്ടോ. അല്ലെങ്കിൽ നല്ല വേഗം തന്നെ എഴുന്നേറ്റുകൊണ്ടായ ഒരു ചെക്കനാണ്. ഇപ്പോൾ ഒരുപാട് ലേറ്റാവും. അപ്പോൾ നബു ദേ ഇറങ്ങിയിട്ട് എൻ്റെ കയ്യിലുണ്ട്, അവളും വരുന്നുണ്ട് എന്നുള്ളൊരു വിചാരമാണ് കേട്ടോ. ഓക്കെ, അത് കഴിഞ്ഞ് ഞാൻ നബുവിന് ഒരു ടെക്നിക്കലി അവിടെ തന്നെ ആക്കിയിട്ട് ഞാൻ വേഗം തന്നെ സ്കൂൾ വാൻ കയറി വന്നു. സ്കൂളിലെത്തിയപ്പോഴേക്കും നമുക്കുള്ള കോട്ട് എപ്രോൺ റെഡി ആയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ സ്കൂളിലെ യൂണിഫോം ടീച്ചേഴ്സിനുള്ളത്. യൂണിഫോം കിട്ടിയപ്പോൾ തന്നെ ഞാൻ അതൊക്കെ ഒന്ന് ഇട്ട് നോക്കി. ബാക്കിയുള്ള ടീച്ചേഴ്സും എല്ലാവരും ഒന്ന് ഇട്ട് നോക്കി, ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് നോക്കി കേട്ടോ. അപ്പോൾ കളർ ഇത്തിരി ഡിമ്മാണല്ലോ എന്നൊരു തോന്നൽ. പക്ഷേ അമ്മയോട് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞ് കളറും കോട്ടിൻ്റെ പാറ്റേൺസ് ഒന്നും ശ്രദ്ധിക്കേണ്ട, ആ ഒരു കോട്ട് കിട്ടാനുള്ളൊരു അർഹത ഉണ്ടായില്ലേ അതിൽ സന്തോഷിക്കാൻ പറഞ്ഞ ഒരു തള്ളങ്ങളിലാണ്. അതോടുകൂടി ഞാൻ ഫ്ലാറ്റ്. ഞാൻ എന്ത് പറയുമ്പോഴും എൻ്റെ ഇടത്തും വലത്തായിട്ട് എൻ്റെ കുട്ടികൾ ഇരുന്നിട്ട് ഇതുപോലെ കിടന്ന് ഒച്ച ഉണ്ടാക്കിക്കൊണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ വോയിസ് ഓവർ കൊടുക്കുമ്പോഴും എൻ്റെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു 2 കുട്ടി പട്ടാളംസ്. അപ്പം ഞാൻ വീട്ടിൽ വന്നപ്പോഴേക്കും നമുക്ക് വീട്ടിലെ കാര്യങ്ങൾ എന്തായാലും ചെയ്യണ്ടേ. വീട്ടിലെ പണികളും ഫുഡും കാര്യങ്ങളും, വീട്ടിലെ തുണിയലക്കും കഴുകലും പാത്രം കഴുകലും കഞ്ഞി വെക്കലും കറി വെക്കലും വെറൈറ്റികൾ ഉണ്ടാക്കലും കുട്ടികളെ ഒരുക്കലും പഠിപ്പിക്കലും എല്ലാ പരിപാടികളുണ്ട് കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ എന്നും അയിലയായിരുന്നു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. അയില കണ്ടപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചു എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് ചെയ്യാമെന്ന്.
അപ്പോൾ പണ്ടെങ്ങോ കണ്ട ഒരു യൂട്യൂബ് വീഡിയോൻ്റെ ഓർമ്മ വന്നിട്ട് വാഴയിലൊക്കെ പൊതിഞ്ഞെടുത്തിട്ട് അപ്പക്കലത്തിൽ വെച്ചിട്ട്, അതായത് ഇഡ്ഡലി വേവിക്കുന്ന പാത്രത്തിൽ വെച്ചിട്ട് വേവിച്ചെടുക്കുന്ന ഒരു സെറ്റപ്പ്. അപ്പോൾ വേഗം തന്നെ വാഴയിലൊക്കെ വെട്ടിയെടുത്ത് മസാലയൊക്കെ റെഡിയാക്കിയിട്ട് ഞാൻ മീനിലൊക്കെ പറ്റിയതിന് ശേഷം വാഴയുടെ ഉള്ളിൽ വെച്ചിട്ട് കെട്ടി പൊതിഞ്ഞ് നല്ല ബന്തോസാക്കി എടുത്തിട്ട് ഇഡ്ഡലി വേവിക്കുന്ന പാത്രത്തിൽ തട്ടിൽ വെച്ചിട്ട് വേവിച്ചെടുത്തതാണ് കേട്ടോ. പക്ഷേ തിരിച്ചു മറിച്ചിട്ടപ്പോഴേക്കും അതിൽ കുറച്ച് ഗ്രേവിയൊക്കെ ഒലിച്ചു പോയി. അത് കഴിഞ്ഞ് കൊണ്ടുവന്ന് അത് ഓപ്പൺ ആക്കുന്ന ഒരു സീനാണ് കേട്ടോ. എൻ്റെ പൊന്നോ, നല്ല മണമായിരുന്നു. ആ വാഴയിൽ മീൻ ഇങ്ങനെ വെന്ത് വരുന്ന ഒരു സ്മെല്ലല്ലേ, അത് അടിപൊളിയായിരുന്നു കേട്ടോ. ആദ്യമൊക്കെ ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ആദ്യം എന്നെ കളിയാക്കുമായിരുന്നു. ഞാനതിൽ കൊറിയൻഡർ ലീഫും അതൊക്കെ ഇട്ടപ്പോൾ അവൾ പറഞ്ഞു, ഇതെന്താ ചൈനീസ് ഫുഡാണോ എന്ന് ചോദിച്ചുകൊണ്ടായിരുന്നു എന്നോട്. അപ്പം ഞാൻ പറഞ്ഞു, അത് നമുക്ക് കഴിച്ച് നോക്കിയിട്ട് പറയാമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞാൻ വാഴയിൽ മീൻ പൊതിഞ്ഞ് വേവിക്കുന്ന സമയത്ത് നമ്മൾ വാഴയുടെ വള്ളി വെച്ചിട്ട് തന്നെ കെട്ടുന്നതായിരിക്കും ഏറ്റവും നല്ലത് കേട്ടോ. ഞാനിത് നമ്മൾ തുന്നുന്ന നൂല് വെച്ചിട്ട് കെട്ടിയിട്ട് ആകെ പെടാപ്പാടായിരുന്നു. അതായിരിക്കും കൂടുതൽ സ്വാദ്. പക്ഷേ ഇത് വലിയ പ്രശ്നമൊന്നും ഇല്ലാന്നേ ഉള്ളൂ. പക്ഷേ എനിക്കൊരു റോള് ഫുള്ള് നൂല് വേണ്ടി വന്നിട്ടാ, അത്രേ ഉള്ളൂ വ്യത്യാസം. അപ്പോൾ ഇനിയെന്തായാലും മീനിൻ്റെ കഥ പറഞ്ഞിട്ട് ഞാൻ ഈ ടൈം വേസ്റ്റ് ആക്കണില്ല. അതിലൊക്കെ തന്നെ പറഞ്ഞിട്ട് കേട്ടിരിക്കുക ഒരു ബോറല്ലേ, എല്ലാവരും ചെയ്യുന്ന ഒരു കോമൺ ആയിട്ടുള്ളൊരു കാര്യമുള്ളൂ. പിന്നെ ഞാൻ ഒന്ന് വെറൈറ്റി ടെസ്റ്റ് ചെയ്തപ്പോൾ ഒന്ന് വീഡിയോ ചെയ്തതേ ഉള്ളൂ. ഇവിടെ ആണെങ്കിൽ രണ്ടാളും മീൻകറി ഉണ്ടെങ്കിൽ നല്ലോണം ഭക്ഷണം കഴിക്കട്ടെ. പക്ഷേ മീനാണെങ്കിൽ നല്ല തിക്കായിട്ടുള്ള മീറ്റ് വേണം. അല്ലാതെ ചെറിയ ചെറിയ മീനാണെങ്കിൽ അവർ കഴിക്കില്ല. നല്ല അതിൽ ആ ഒരു കഷ്ണം, ഇറച്ചി കഷ്ണം അവർക്ക് കിട്ടണം. എങ്കിൽ മാത്രമേ അവർ സാറ്റിസ്ഫൈഡ് ആവുള്ളൂ. ചെറിയ മീനും മത്തിയൊക്കെ കൊടുത്താൽ അവർക്ക് ഭയങ്കര ടെൻഷൻ, അതിൽ മുള്ള് കിട്ടും എന്നുള്ളൊരു പേടിയാണ് രണ്ടാൾക്കും. പിന്നെ ആദിക്ക് അങ്ങനെയൊന്നുമില്ല. ആദിക്ക് മീൻകറി തന്നെ വേണമെന്നൊന്നും നിർബന്ധമില്ല. എന്തായാലും അവൾക്ക് ഇത്തിരി ടേസ്റ്റ് തോന്നിയാൽ മതി. അവൾക്ക് പയർ അങ്ങനെയുള്ള ഗ്രെയിൻസൊക്കെയാണ് കൂടുതൽ ഇഷ്ടം. പിന്നെ ഇപ്പം നബുവിൻ്റെ കാര്യം കട്ടപ്പുകയാണ് കേട്ടോ. ഇറച്ചിയൊക്കെ ഉണ്ടെങ്കിലും മീനൊക്കെ ഉണ്ടെങ്കിലും അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചോദിച്ച് മേടിക്കും, ചിക്കി എന്ന് പറഞ്ഞിട്ട്. അപ്പം മിക്കപ്പോഴും ആദിക്ക് സ്വന്തമായിട്ട് കഴിക്കാൻ തന്നെയാണ് ഇഷ്ടം. കണ്ണന് സ്കൂളിലാണെങ്കിൽ ഇപ്പോൾ സ്വന്തമായിട്ട് കഴിക്കും. വീട്ടിൽ വന്ന് അപ്പം ഞാൻ വാരി കൊടുക്കണമെന്ന് പറയും. അപ്പോൾ മിക്ക സമയത്ത് ഞാൻ ഇടയ്ക്ക് വാരി കൊടുക്കട്ടെ, അല്ലെങ്കിൽ കഴിച്ചോട്ടെ എന്ന് ഓർത്തിട്ട്. അപ്പോൾ ഒരു പ്ലേറ്റിലിട്ടിട്ട് മൂന്നാൾക്ക് ഒന്നിച്ച് വാരി കൊടുക്കുന്ന ഒരു സീനാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഒരു പിടിക്ക് 2 പക്ഷി എന്ന് പറഞ്ഞ 3 പക്ഷികളും വയറ് നിറച്ച് തിന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ബാക്കിൽ അമ്മ ഇരിക്കുന്നുണ്ട്. അമ്മക്ക് കാലുവേദനയായിട്ടാണ്, റെസ്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ തന്നെയാണ് ഇപ്പോൾ മിക്ക പണികളും ഓടി നടന്ന് ചെയ്യണത് കേട്ടോ. അമ്മക്ക് കാലുവേദനയൊക്കെ ഇല്ലായിരുന്നെങ്കിലും നല്ലൊരു ഹെൽപ്പായിരുന്നു. പക്ഷേ ഇപ്പോൾ അമ്മ വയ്യാതിരിക്കുന്നുണ്ട്, ഞാനൊന്നിനും വിളിക്കാറൊന്നുമില്ല. എല്ലാ കാര്യം എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ തന്നെ ചെയ്യണത്. അതിനൊക്കെ ആദ്യം പ്രാക്ടീസൊക്കെ ചെയ്യുന്നുണ്ട്, കുറേ ഡാൻസും കാര്യങ്ങളൊക്കെ ആയിട്ട്. അതിനൊക്കെ ആദ്യമൊക്കെ എപ്പോഴും ഇപ്പോൾ ഒരു പരിപാടി എന്ന് വെച്ചാൽ വ്ളോഗിങ് ആണ് കേട്ടോ. ആദ്യമൊക്കെ ഒരു ചാനലുണ്ട്, പക്ഷേ അതിൽ തിരിഞ്ഞു നോക്കിയിട്ടില്ല. എൻ്റെ സ്വന്തം ചാനലിൽ പോലെ എനിക്ക് വീഡിയോയുടെ ടൈമൊന്നും കിട്ടണില്ല. പക്ഷേ ആദ്യം കിട്ടിയ ചാൻസ് മൊബൈൽ എടുത്തിട്ട് വ്ളോഗൊക്കെ ചെയ്തിട്ട് എൻ്റെ മൊബൈൽ സ്റ്റോർ ഫുള്ള് ചെയ്ത് വെച്ചേക്കും. ഓക്കെ, അപ്പോൾ അതേ കണ്ടില്ലേ, ഞാൻ അവളെ സ്കൂളിൽ പോകാൻ റെഡിയാക്കാൻ നേരത്ത് അവൾ വീഡിയോ എടുക്കാനാണ്. ഞാനൊക്കെ റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് എല്ലാവരും റെഡിയായി കഴിഞ്ഞ് കണ്ണന്, ഞാൻ, പിന്നെ ആദി, നബു എനിക്കൊന്ന് റൂമിൽ ഉറങ്ങുകയാണെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോൾ ഞങ്ങൾ ഗോയിങ് ടു സ്കൂൾ. ബൈ ബൈ. അപ്പോൾ ഇതാണ് എൻ്റെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളും കാര്യങ്ങളും സ്കൂളിലെ പരിപാടികളും. ഇങ്ങനത്തെ ബ്ലോഗിന് ഇനിയും കാണുന്നുണ്ടെങ്കിൽ നമ്മളോട് ചോദിച്ചാൽ മതി. ഈ കുട്ടി ബ്ലോഗായിട്ട് നമ്മൾ വീണ്ടും പറന്നെത്തും. ബൈ ബൈ, സി യു, മഴ.